ഹായ്, ഇന്ന് നമുക്ക് ലഞ്ചിന് ഒരു സീ ഫുഡ് താലി ആയാലോ? സീ ഫുഡ് താലി കഴിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് മംഗലാപുരത്തെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റുകളിലൊന്നായ വനസിലാണ്. അപ്പം വനസിൽ നമ്മൾ ചെന്ന ഉടനെ തന്നെ മെനു വന്നു. അപ്പോൾ മെനു നോക്കി നമുക്ക് ഓരോ ഡിഷസ് ആയിട്ട് ഓർഡർ ചെയ്യാം. ഇതാണ് റെസ്റ്റോറൻറ്റ് ഉൾവശം. അപ്പോൾ അവിടെ വലിയ വലിയ ഫാനുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് നോർമൽ ഫിഷ് താലിയാണ്. അതിൻ്റെ കൂടെ ഒരു കുത്തരിയോ വൈറ്റ് റൈസോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 to 4 ഡിഷസ് ഉണ്ടാവും. പിന്നെ ഗ്രേവി ആയിട്ട് ഫിഷ് കറിയോ സാമ്പാറോ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. ഹാഫ് പോർഷനാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഒരു സലാഡും പിന്നെ ഒരു പുതിന ചട്നിയുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വരുന്നത്, വന സ്പെഷ്യൽ താലി. ഒരു വലിയ പ്ലേറ്റിൽ റൈസും അതിൻ്റെ കൂടെ കുറേ ഡിഷസും ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുത്തിരിയോ വൈറ്റ് റൈസോ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് അഞ്ചൽ തവ ഫ്രൈ ആണ്. അഞ്ചൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ് ഫിഷോ അയക്കൂറയോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ള ഗ്രേവിയാണ് ആദ്യം വന്നത്. സാമ്പാറും ഉണ്ട്, ഫിഷ് കറി ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് കറി എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ഓരോ ഡിഷസ് എന്താണെന്ന് പരിചയപ്പെടാമേ. ചോറിന് നല്ല ചൂടാണ്. ഫിഷ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഈ റെസ്റ്റോറൻറ്റിൽ അധികവും നമ്മൾ മലയാളികൾ തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അടുത്തിരുന്നവരെല്ലാവരും കുത്തരി തന്നെയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ മലയാളികൾക്കാണല്ലോ കുത്തരി ഒരു വികാരമായിട്ടുള്ളത്. നമുക്ക് പിന്നെ വൈറ്റ് റൈസ് ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. കുത്തരി തന്നെ വേണം, പ്രത്യേകിച്ച് മീൻകറിയൊക്കെ ആണെങ്കിൽ. ഫിഷ് കറിയുടെ കൂടെ കൂട്ടുകാരായിട്ട് ചിക്കനുണ്ട്. ചിപ്പിയാണോ കക്കയാണോ എന്നറിയില്ല, അതുകൊണ്ടുണ്ടാക്കിയ ഡിഷുണ്ട്. കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കിയ ഡിഷുണ്ട്. ദാലുണ്ട്, ഫ്രൈംസ് ഉണ്ട്, പിന്നെ സലാഡ്, ചട്നി, മോര്, പായസം, കൂടെ രസവും. ഇനി അടുത്തതായിട്ട് ഓർഡർ ചെയ്തത് അഞ്ചാൽ തവ ഫ്രൈ ആണ് കേട്ടോ. നമ്മുടെ നെയ്മീനോ അയക്കൂറയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വാഴ ഇലയിൽ നല്ലൊരു അഞ്ചാലിൻ്റെ പീസ് വെച്ച് നല്ല മസാലയിൽ മിക്സ് ചെയ്ത് മല്ലിയിലയൊക്കെ ഇട്ട് അതിൻ്റെ കൂടി ഒരു നാരങ്ങയൊക്കെ വെച്ചിട്ടാണ് അഞ്ചാൽ തവ ഫ്രൈ തന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മീൻകറി എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഈ കുടംപുള്ളിയൊക്കെ ഇട്ടാണല്ലോ മീൻകറി കഴിച്ച് ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായപ്പോൾ സ്വല്പം പിടിച്ചില്ല. പക്ഷേ അഞ്ചാൽ തവ ഫ്രൈ സൂപ്പറായിരുന്നു. ചിക്കൻ ബിരിയാണി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഹാഫ് പോർഷൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. 120 റുപ്പീസാണ്. നോർമൽ സാദാ ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ സലാഡും ഗ്രീൻ ചട്നിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒരു ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ അത്ര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഇതിൻ്റെ പ്രൈസൊക്കെ പറയണ്ടേ. അപ്പോൾ വന സ്പെഷ്യൽ താലിക്ക് 145 റുപ്പീസാണ്. നോർമൽ ഫിഷ് താലി 65, പിന്നെ ചിക്കൻ ബിരിയാണി ഹാഫ് 120, അഞ്ചാൽ തവ ഫ്രൈ 290. അക്കോർഡിംഗ് ടു സൈസ് ആണ് കേട്ടോ. സൈസ് അനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം വരും. ഇതെല്ലാം കഴിച്ച് നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 സോഡയും കൂടി വാങ്ങിച്ചു. സോഡയ്ക്ക് ഒരെണ്ണത്തിന് 20 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ GST എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ബില്ല് വന്നത് 718 ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ മംഗലാപുരത്തേക്ക് വരുന്നവരും ഇവിടെ മംഗലാപുരത്തുള്ളവരും ഒക്കെ മനസ്സിൽ വന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഓർഡർ ചെയ്ത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റി ഡിഷസും വേറെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, stay tuned.